Hello everyone, നമുക്ക് questions ഓരോന്നോരോന്നായിട്ട് നോക്കാം. First question. When key K is released, the current in C2 and the resulting magnetic field. Okay. So here we have two coils which are having a common axis. Coaxial ആയിട്ടുള്ള രണ്ട് കോയിലാണ്. അപ്പോൾ ഈ കോയിൽ 2ൽ ഒരു കറണ്ട് ഉണ്ട്. There is a cell, ഒരു കീ ഉണ്ട്. ആ കീ റിലീസ് ചെയ്യുമ്പോൾ ആ കറണ്ട് അങ്ങ് ഓഫ് ആവും അല്ലേ? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കറണ്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരുന്നു. അതിനുശേഷം അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എന്താവും? 0 ആവും. പക്ഷേ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സെൽഫ് ഇൻഡക്റ്റൻസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കറണ്ട് 0 ആവില്ല. എന്ത് ചെയ്യും? കുറച്ച് സമയം എടുത്തിട്ട് കറണ്ട് ഇപ്പോൾ ഒരു മാക്സിമം വാല്യൂവിൽ നിന്ന് അവിടെ കറണ്ട് ഒരു മാക്സിമം വാല്യൂവിൽ നിന്ന് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് 0യിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിക്രീസസ് ഫ്രം മാക്സിമം വാല്യൂ ടു 0. ദാറ്റ് ഇസ് ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 1. Question number 2. The net magnetic flux through any closed surface kept in a magnetic field. That is closed integral B dot ds or closed integral B dot dA. It is always 0. എന്താണ്? This is what we call as Gauss law for magnetism. അല്ലേ? Integral B dot dA is always 0. This is the expression or എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരുന്നത്? Because the magnetic monopoles do not exist. അതാണ് റീസൺ. നോർത്ത് പോളോ സൗത്ത് പോളോ ഒറ്റയ്ക്ക് നമുക്ക് കിട്ടില്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 2. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഡാഷ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ വെൻ എ മാഗ്നറ്റിക് ഫ്ലക്സ് ടു ദി കോയിൽ ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ അവിടെ EMF ഉണ്ടാകാം. അതുപോലെ കോയിലാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ കറണ്ടും ഉണ്ടാകാം അല്ലേ? സോ വി ക്യാൻ സേ ബോത്ത് 1 and 2. That's the question number 4. An electron moves in a straight line in the path xy as shown. ABCD is a coil adjacent to the path of electron. What will be the direction of current, if any, induced in the coil? So the question is whether there will be a magnetic or EMF induced in the coil. Will there be electromagnetic induction happening in the coil? And the answer is yes. Why? Because when the electron is moving from very large distance, electron is a charge, and when a charge is moving, it will create a magnetic field. Okay? That charge will create a magnetic field. So due to the motion of the electron, there will be a charge there will be a magnetic field through the coil. Due to the motion of the charge, there will be a magnetic field through the coil. And when the charge nears the conductor, when the charge moves closer to the conductor, ആദ്യം കണ്ടക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് കുറയും, പിന്നെ കണ്ടക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് പിന്നെയും കൂടും. അപ്പോൾ ഇതാണ് തുടക്കത്തിൽ ഇലക്ട്രോണിന്റെ പൊസിഷൻ എങ്കിൽ ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ കണ്ടക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. ഇവിടെയാണ് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? വീണ്ടും കൂടും അല്ലേ? സോ ആദ്യം when electron moves closer, the magnetic field increases, and when the electron moves away, the magnetic field will decrease. അപ്പോൾ ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ the magnetic flux will increase, and when the electron moves away, the magnetic flux will decrease. ഇനി ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന EMF, ഫ്ലക്സ് കൂടുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ ഇൻഡ്യൂസ്ഡ് EMFും കറണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്ലക്സ് കുറയുമ്പോൾ അല്ലേ? ബിക്കോസ് ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF is equal to -d∅dt. ഇപ്പോൾ ഫ്ലക്സ് കൂടുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്ലക്സ് കുറയുമ്പോൾ. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ ഫ്ലക്സ് കൂടും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ഉള്ളത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺ അകന്നു പോകുമ്പോൾ ഫ്ലക്സ് കുറയുമ്പോഴുണ്ടാവുക. അല്ലാതെ ഫ്ലക്സ് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണെന്നോ ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവുമെന്ന് അറിയാം അല്ലേ? സോ കറണ്ട് വിൽ റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ ആസ് ദി ഇലക്ട്രോൺ ഗോസ് പാസ്റ്റ് ദി coil. That is option 3, question number 4. അടുത്തത്, an EMF can be induced in a stationary coil if it is kept in. ഒരു സ്റ്റേഷനറി കോയിൽ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ദി ഫ്ലക്സ്, ഇപ്പോൾ ഒരു കോയിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് നമുക്ക് B into A എന്ന് പറയാം അല്ലേ? B into A എന്ന് പറയാം. അപ്പോൾ ഇവിടെ കോയിൽ സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞാൽ അവിടെ ഏരിയയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഏരിയയ്ക്ക് BA cos θ ആണെന്ന് പറയാം. അപ്പോൾ അവിടെ ഫ്ലക്സ് കോയിൽ സ്റ്റേഷനറി ആണെങ്കിൽ അവിടെ ഏരിയയ്ക്കോ തീറ്റയ്ക്കോ യാതൊരു മാറ്റവും വരുന്നില്ല അല്ലേ? ഫ്ലക്സ് നമ്മുടെ കോയിൽ സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞാൽ there is no change in area or theta. These two are constants. അപ്പോൾ അങ്ങനെയാണെങ്കിൽ if B is varying with time, മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് ആണെങ്കിൽ അപ്പോൾ അവിടെ d∅dt എന്തായിരിക്കും? d∅dt is equal to A cos θ into dB/dt. എക്കോ തീറ്റയ്ക്കോ മാറ്റമില്ല. A cos θ into dB/dt. അപ്പോൾ അവിടെ dB/dt ഉണ്ടെങ്കിൽ d∅dt ഉണ്ട്. അതായത് if there is a
time variation for magnetic field, if the magnetic field is not constant, if it is a time varying magnetic field, then we can say there will be a flux change in the coil and a resultant EMF. So we have to have a time varying magnetic field. A rectangular loop and a circular loop are moving out of a uniform magnetic field region in the given figure to a field free region with constant velocity. In which loop do you expect the induced EMF to be constant during the passage out of the field region? So let's assume that this is the field region. ഇതാണ് ഫീൽഡ് റീജിയൻ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ the distance between the two end points in the field, this remains a constant. So using the concept of motional EMF, we can say motional EMF is equal to, അല്ലെങ്കിൽ induced EMF is equal to VBL. ഓക്കെ, VBL എന്ന് പറയാം. ആൻഡ് ദിസ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ലെങ്ത്തിനെയാണ്, അവിടുത്തെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എൽ കോൺസ്റ്റന്റ് ആണ്. ആസ് ദി ലൂപ്പ് ഇസ് മൂവിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്, ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിനകത്തേക്ക് പോകുമ്പോൾ ദിസ് എൽ റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ കേസിൽ ഇറ്റ് ഇസ് എ സർക്കുലർ ലൂപ്പ്. ഇപ്പോൾ സർക്കുലർ ലൂപ്പ് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇതാണ് അവിടുത്തെ ലെങ്ത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് അവിടുത്തെ ലെങ്ത്. പക്ഷേ ഈ ലെങ്ത് വേരിയബിളാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു ലൂപ്പുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു ബൗണ്ടറി, അതിൻ്റെ ലെങ്ത് വേരിയബിളാണ്. ബിക്കോസ് ഇഫ് യു കൺസിഡർ ദിസ് റിങ്, ഈ റിങ് നമ്മൾ കൺസിഡർ ചെയ്താൽ റിങ് പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അവിടെ. ഓക്കെ, കൂടുതൽ ഡിസ്റ്റൻസ്, പിന്നെ വീണ്ടും അത് കുറയും. ഓക്കെ, സോ ദി ബൗണ്ടറി ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് ഇൻസൈഡ് ദ ലൂപ്പ്, അതവിടുത്തെ ആ ഒരു ലെങ്താണ് മോഷണൽ EMF വരുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. VBL ഇസ് എ വേരിയബിൾ. വി കോൺസ്റ്റൻ്റ് ആണെങ്കിലും ലെങ്ത് ഇവിടെ വേരിയബിൾ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആ സർക്കിളിൻ്റെ ആ ഒരു കോഡായിട്ട് വരും, ദാറ്റ് ഇസ് വേരിയബിൾ. സോ ഏതിനകത്തായിരിക്കും കോൺസ്റ്റന്റ് വരിക? കോൺസ്റ്റന്റ് ഫീൽഡ് വരുന്ന EMF വരുന്ന റെക്ടാങ്കുലർ ലൂപ്പ് ആകുമ്പോഴാണ്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 6. അടുത്തത് 7. A magnet NS is suspended from a spring, and when it oscillates, the magnet moves in and out of the coil. Then the magnet oscillates. As the magnet oscillates, okay. അപ്പോൾ ഒരു കോയിലുണ്ട്. This is a magnet. It is connected to a spring, and there is a galvanometer. So galvanometer, if it moves in and out of the coil, what happens to the flux in the coil? Flux in the coil will change. ഈ കോയിലുള്ള ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. The flux in the coil will change. That will produce an EMF, which will produce a current that leads to a deflection of galvanometer. Okay? അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ മാഗ്നറ്റ് ഉള്ളിലേക്കും പുറത്തേക്കും പോകുമ്പോഴത്തേക്ക് ആ കോയിലിനകത്തൊരു ഫ്ലക്സ് ചേഞ്ചും EMFും കറണ്ടും ഒക്കെ ഉണ്ടാകും. ആ കറണ്ട് കാരണം ഗാൽവനോമീറ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ ചെയ്യുക? ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുമെന്ന് മാത്രമല്ല, അപ്പോൾ എന്തുകൊണ്ടാണ് അകത്തേക്ക് ഇറങ്ങുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട്. വെൻ ദി മാഗ്നറ്റ് ഇസ് എൻറ്ററിങ് ദ ലൂപ്പ്, ദി ഫ്ലക്സ് വിൽ ബി ഇൻക്രീസിങ്, ആൻഡ് വെൻ ദി മാഗ്നറ്റ് ഇസ് എക്സിറ്റിംഗ് ദ ലൂപ്പ്, ദ ഫ്ലക്സ് വിൽ ബി ഡിക്രീസിങ്. മാഗ്നറ്റ് അകത്തേക്ക് പോകുമ്പോൾ ഫ്ലക്സ് കൂടും, പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫ്ലക്സ് കുറയും. അപ്പോൾ ആ ഗാൽവനോമീറ്ററിൻ്റെ ഡയറക്ഷൻ ഡിഫ്ലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. കാരണം എന്താ? കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഇതിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആയി പോകുന്നത്. അപ്പോൾ മാഗ്നറ്റിൻ്റെ എനർജി കുറഞ്ഞു വരും. മാഗ്നറ്റിൻ്റെ എനർജി കുറഞ്ഞു വന്നാൽ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFും കുറയും. ഇവൻച്വലി ആ മാഗ്നറ്റിൻ്റെ കൈനറ്റിക് എനർജി മുഴുവൻ എന്ത് ചെയ്യും? അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ട്, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആദ്യം നല്ല ആംപ്ലിറ്റ്യൂഡ് ആകും, പക്ഷെ മെല്ലെ കുറഞ്ഞു അവസാനം അത് നിൽക്കും. സോ ഇറ്റ് വിൽ സ്റ്റോപ്പ്. So G shows deflection to the left and right with decreasing amplitude. Option 2, question number 7. The question number 8. The north pole of a magnet is falling on a metallic ring as shown in the figure. The direction of induced current if looked from the upside in the ring is, okay. ഇതാണ് നമ്മുടെ റിംഗ്. നമ്മുടെ മാഗ്നറ്റ് ഇങ്ങനെ വീഴുന്നു. ഇപ്പം നോർത്ത് പോളാണ് മാഗ്നറ്റിനെ ഫേസ് ചെയ്ത് പോകുന്നതെങ്കിൽ ആ ഫേസിൽ ഒരു നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യും അല്ലേ. ഈ ഫേസ് ഒരു നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ കറണ്ട് എങ്ങനെയായിരിക്കണം? കറണ്ട് ഹാസ് ടു ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നോർത്ത് പോൾ അടുത്തേക്ക് പോയാൽ അതിനെ റിപ്പൽ ചെയ്യണം അല്ലേ.
Because according to Lenz's law, if the magnet or coil is moving, the induced current will be in such a direction so as to oppose the motion of the conductor. അപ്പോൾ ആ ഒരു മാഗ്നറ്റ്, അപ്പോൾ മാഗ്നറ്റ് അടുത്തേക്ക് വരുമ്പോൾ ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇത് നോർത്ത് പോൾ ആയാലേ ഇതിനെ റിപ്പൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോർത്ത് പോൾ ആകും. അപ്പോൾ ഒരു സൈഡിൽ നോർത്ത് പൊളാരിറ്റി വരികയാണെങ്കിൽ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഓപ്ഷൻ 3. അടുത്ത 9th one. A conducting rod of length L is moving in a transverse magnetic field of strength B with velocity V. Resistance of the rod is R. Current in the rod is. Okay. ഒരു റോഡ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. റോഡ് മാത്രം മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇ എം എഫ് ഉണ്ടാകും. ഇ എം എഫ് ഇസ് VBL, അതിനെയാണ് നമ്മൾ മോഷണൽ EMF എന്ന് പറയാം. ബട്ട് സിൻസ് ദർ ഇസ് നോ ക്ലോസ്ഡ് ലൂപ്പ്, നത്തിങ് ഇസ് മെൻഷൻഡ് അബൌട്ട് എ ലൂപ്പ്, അല്ലേ? അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇല്ല. ക്ലോസ്ഡ് ലൂപ്പ് ഇല്ലാതെ EMF ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ മാത്രമേ അവിടെ കറണ്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ല, ജസ്റ്റ് എ റോഡ് എന്ന് പറയുമ്പോൾ ഒരു സെല്ല് മാത്രം വെറുതെ വെക്കുന്ന പോലെയാണ്. ഇറ്റ് ഇസ് ഇക്വലന്റ് ടു എ സെൽ, ജസ്റ്റ് എ സെൽ ബീങ് പ്ലേസ്ഡ് ഓവർ ഹിയർ, ജസ്റ്റ് എ സെൽ, നത്തിങ് ഇസ് കണക്റ്റഡ് ടു ദി സെൽ. അപ്പോൾ അവിടെ EMF എത്രയായിരിക്കും? EMF ആയാലും EMF ഉണ്ടാകും, VBL എന്ന് പറയുന്ന ഒരു EMF ഉണ്ടാകും. പക്ഷേ കറണ്ട് എത്രയായിരിക്കും? കറണ്ട് വിൽ ബി 0, ഓപ്ഷൻ 3. Which of the following plays the role of inertia for current flowing coil? ഇനേർഷ്യയുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഇനേർഷ്യയുടെ ഇക്വലൻ്റ് ആരാണ്? സെൽഫ് ഇൻഡക്റ്റൻസ്. എന്തുകൊണ്ടാണ്? ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ വിച്ച് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് കറണ്ട്. ഓക്കെ, അതിൻ്റെ ആ കറണ്ട് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇൻ മെക്കാനിക്സ്, ഇനേർഷ്യ is the property of a body to have a tendency to continue its state of motion. Just like it is difficult to change the current, in mechanics it is difficult to change the velocity or momentum. Okay. So inertia corresponding ആയിട്ടുള്ള electrical analog എന്താണ്? It is self-inductance. You have to understand that. That is question number 10. Let's move on to the next one. If the number of turns in a coil becomes double, then the self-inductance will become. Okay, now self-inductance in a direct formula അറിയാം. എന്താണ്? mu0 n square A by L. ഇങ്ങനൊരു ഫോർമുല ഉണ്ട്. We can see that it is proportional to n square. So when the number of turns is doubled, okay, when the number of turns is doubled, self-inductance എത്രയാകും? It will increase to 4 times the initial value, 4 times. That is 11th one. അടുത്ത 12. For the current I at an instant circuit with inductance L, rate of work done. Okay. So the energy stored in the inductor is half Li square. So if we differentiate with time, du by dt is equal to half L into, the derivative of I square is 2I into di by dt. So we can say du by dt തന്നെയാണ് dw by dt. So dw by dt is equal, rate at which work is done is equal to 2 cancel ആയി പോയാൽ Li into di by dt. Li into di by dt. Question number 12, option 1. അടുത്തത് 13. Which of the following graph shows voltage and current through a circuit containing a resistor only? റെസിസ്റ്റർ മാത്രമാണെങ്കിൽ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. വോൾട്ടേജും കറണ്ടും ഒരേ ഫേസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആവുന്നത് ഒരുമിച്ച്, 0 ആവുന്ന ഒരുമിച്ച്, മിനിമം ആവുന്ന ഒരുമിച്ച്. ഏതാ ഗ്രാഫ്? ഈ ഗ്രാഫ്. വോൾട്ടേജും കറണ്ടും ഒരേ ഇൻസ്റ്റൻറ്റിലല്ലേ 0 ആവുന്നത്, അതുപോലെ മാക്സിമം ആവുന്നത്, അതുപോലെ 0 ആവുന്ന ഒരുമിച്ചാണ്, മിനിമം ആവുന്ന ഒരുമിച്ചാണ്. സോ ഇവിടെയാണ് വോൾട്ടേജും കറണ്ടും സെയിം ഫേസിൽ വരുന്നത്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ് ഇൻ ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 13. അടുത്ത 14. ഇൻ പ്യുവർലി റെസിസ്റ്റീവ് AC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. സോ കറണ്ട് ഇസ് ഇൻ ഫേസ് വിത്ത് ദി EMF വോൾട്ടേജ്. ദാറ്റ് ഇസ് 14. അടുത്തത് 15. വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ an AC circuit are given by 5 sin 100 pi t minus pi by 6 and 4 sin 100 pi t plus pi by 6. We have to find the phase difference. അപ്പോൾ ആർക്കാണ് ഫേസ് കൂടുതൽ? ഒരാളുടെ ഫേസ്, വോൾട്ടേജിൻ്റെ ഫേസ് 100 pi t മൈനസ് പൈ ബൈ 6 ആണ്. രണ്ടാമത്തെ ആളുടെ ഫേസ് എത്രയാണ്? 100 pi t പ്ലസ് പൈ ബൈ 6 ആണ്. അപ്പോൾ കൂടുതൽ ഫേസ് വോൾട്ടേജിനാണ് അല്ലേ? അപ്പോൾ വോൾട്ടേജ് ലീഡ്സ് ദി കറണ്ട് ബൈ ഫേസ് ഡിഫറൻസ് എടുത്ത് നോക്കിയേ. 100 pi t പ്ലസ് പൈ ബൈ 6, രണ്ടുപേരും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ 100 pi t പ്ലസ് പൈ ബൈ 6 മൈനസ് ഓഫ് 100 pi t മൈനസ് പൈ ബൈ 6. അപ്പോൾ എന്ത് കിട്ടും? 100 pi t ക്യാൻസൽ ആകും. പൈ ബൈ 6 പ്ലസ് പൈ ബൈ 6 പൈ ബൈ 3 or 60 degree. Pi by 3 or 60 degree. So voltage leads the current by 60 degree. Okay. Option 4, question number 15. അടുത്ത 16. From the above figure, which one of the following options is correct?
So if we move to this side, Kirchhoff's law apply that, if we move from here to here, the potential will change by E, and if we move across the inductor, the potential will change by minus L di by dt, and that is equal to 0. Okay, E minus L di by dt is equal to 0, or we can say E is equal to L di by dt. Induced EMF is equal to d phi by dt. Okay, so L di by dt, V minus L di by dt, EMF nu varana V eduttirikkunnathu. So E minus L di by dt edana? It is option 1. Bakiyokke dimensionally polum correct avilla ketto. Remaining options are not even dimensionally correct. That is question number 16, option 1. The 17, the current I across capacitor in a purely capacitive AC circuit is. So let's assume that voltage is equal to Vm sin omega t. Voltage Vm sin omega t ആണ്. അപ്പോൾ ഒരു purely capacitive AC circuit ആണല്ലേ. Purely capacitive AC circuit ആണെങ്കിൽ current is equal to I0 അല്ലെങ്കിൽ Im sin omega t plus pi by 2, because in a capacitive circuit the current leads by voltage. ഇതൊരു inductive circuit ആയിരുന്നെങ്കിൽ omega t minus pi by 2 വരുമായിരുന്നു. Since it is a capacitive circuit, the current leads the voltage by pi by 2. That is option 2, question number 17. അടുത്തത് 18, the dimensional formula of capacitive reactance is same as that of, okay. Reactance എന്ന് പറഞ്ഞാൽ എന്താണ്? Capacitive reactance എന്ന് പറഞ്ഞാൽ എന്താണ്? It is VRMS by IRMS across a capacitor. അപ്പോൾ അപ്പോഴും അത് വോൾട്ടേജ് ബൈ കറണ്ട് തന്നെയാണല്ലോ. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയാലും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയാലും ഇംപെഡൻസ് ആയാലും ഇവർക്കെല്ലാവർക്കും ആരുടെ യൂണിറ്റ് തന്നെയായിരിക്കും? ഡയമെൻഷൻസ് ആയിരിക്കും. റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻസ് തന്നെയാണ്. ദാറ്റ് ഇസ് 18. അടുത്തത് 19, in a capacitive AC circuit, the current reaches its maximum value earlier than voltage by, okay. Capacitive AC circuit ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ current leads the voltage by pi by 2. Current leads the voltage by pi by 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഫേസ് ഡിഫറൻസ്? എത്രയാണ്? pi by 2. അപ്പോൾ ടൈം ഡിഫറൻസ് എത്രയാണ്? ടൈം ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫേസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഒമേഗ, ദാറ്റ് ഇസ് pi by 2 ഒമേഗ. That is pi by 2 into omega. Omega എന്താണ്? 2 pi by time period. That is t by 4. Okay. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് pi by 2 ആണെങ്കിൽ ടൈം ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടൈം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഫേസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഒമേഗ. എന്താണ്? ഫേസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഒമേഗ. അടുത്തത്, സോ എത്രയാണ്? t by 4, 1/4 of a period. A 15 microfarad capacitor is connected to a 220 volt 50 hertz source. The capacitive reactance is, okay. Capacitive reactance ന്റെ ഫോർമുല എന്താണ്? 1 by omega c. So ഇവിടെ ഒമേഗ എത്രയാണ്? ഒമേഗ is 2 pi f, right? 2 pi f, that is 2 pi into f is 50 hertz, so 2 pi into 50 is 100 hertz. So capacitive reactance is 1 by 100 into 100 pi into 100 അല്ല 100 pi into capacitance is 15 microfarad. So that is 10 raised to 4, 10 raised to minus 6 and 10 raised to 2 ചേർന്നാൽ 10 raised to 4 ആയി. ഇപ്പോൾ 10 raised to 4 ന്യൂമറേറ്റർ വരും, ഡിവൈഡഡ് ബൈ 15 into 3.14. So that is given by 100 divided by 15 into 3.14. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണ്. So we'll get it as 100 by 47.1 into 100. And if we divide it, we'll get 212 into 100. അപ്പോൾ 212 വരും അല്ലേ? 2.12 into 100. What we'll get is 212 ohm. That is option 3, question number 20. Consider the figure. The resistor, inductor and capacitor are in series. Therefore, the മൂന്ന് പേരും സീരീസ് ആണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ എ സി കറണ്ട് സെയിം ഇൻ ഈച്ച് എലമെൻറ്റ് അറ്റ് എനി ടൈം. അങ്ങനെയാണ് സീരീസ് ആയിട്ട് ആരെ കണക്ട് ചെയ്താലും, എ സി ആയാലും ഡി സി ഡിവൈസ് ആയാലും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് വിൽ ബി സെയിം എവ്രിവെയർ. ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് എ സി കറണ്ട് ആർ സെയിം ഇൻ ഈച്ച് എലമെൻറ്റ്, അതും സെയിം ആണ്. എല്ലാ ഇൻസ്റ്റൻറ്റിലും ഒരേ കറണ്ട് ആണെന്ന് പറഞ്ഞാൽ ഇൻ ഓൾ ആസ്പെക്ട്സ് ദി കറണ്ട് ഇസ് സെയിം ത്രൂ ഓൾ ഓഫ് ദം. ഓക്കെ, ഒരേ കറണ്ട് തന്നെയാണ് എല്ലാത്തിലും. സോ ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ബോത്ത് 1 and 2 ആണ്. ഓപ്ഷൻ 3, question number 21. 22. A bar magnet has a magnetic moment equal to 5 into 10 raised to minus 5 Weber meter. It is suspended in a magnetizing field 8 pi into 10 raised to minus 4. Magnet vibrates with a period of 15 seconds. The moment of inertia. Okay. But time period എന്താണ്? Time period is equal to 2 pi root of I by mb.
So that is equal to 2 pi root of. അപ്പോൾ അവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് 5 × 10⁻⁻⁵ അതെന്താണെന്ന് വെച്ചാൽ 5 × 10⁻⁵ എന്ന് പറയുമ്പോൾ ആക്ച്വൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ μ0 ആണ് തന്നിരിക്കുന്നത്. m/μ0 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റൈസിങ് ഫീൽഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡാണ് എങ്കിൽ ഓക്കെ, മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ ബി ആണ്, ദെൻ μ0 × h ആണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ആക്ച്വൽ വാല്യൂ അല്ല തന്നിരിക്കുന്നത്, നമ്മുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻറ്റു μ0 എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, 5 × 10⁻⁵. അപ്പോൾ അവിടെ നിന്ന് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വി ജസ്റ്റ് ഹാവ് ടു ഡിവൈഡ് ബൈ μ0. ഓക്കെ, ആൻഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇസ് ഗിവൺ. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ h ആണ് തന്നിരിക്കുന്നത്. അവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വി ക്യാൻ യൂസ് ദിസ്. അപ്പോൾ സ്ക്വയർ ചെയ്താൽ t² = 4π² into I divided by μ0 ക്യാൻസൽ ആകും, m × h എന്ന് കിട്ടും. Then we can say I is equal to mh t² divided by 4π². So I is equal to magnetic moment in this term, it is അപ്പോൾ അതിനകത്ത് ഈ ഒരു കാര്യം നമുക്ക് ആദ്യം m സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇവിടെ തന്നിരിക്കുന്നത്, ഇവിടെ യൂണിറ്റ് ശ്രദ്ധിക്കുക, വെബർ മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. വെബർ മീറ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് അല്ല. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ശരിക്കും ഈ 5 × 10⁻⁻⁵ എന്ന് തരുന്നത്, വെബർ മീറ്റർ എന്ന് തരുന്നത്, ഇറ്റ് ഈസ് μ0 × m. μ0 × മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് അങ്ങനെ തന്നിരിക്കുന്നത്. അവിടെ നിന്ന് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ μ0ൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെബർ ബൈ ആംപിയർ മീറ്റർ. μ0ൻ്റെ യൂണിറ്റ് വെബർ ബൈ ആംപിയർ മീറ്റർ ആണ്. സോ ആംപിയർ മീറ്റർ സ്ക്വയർ ഇൻറ്റു വെബർ ബൈ ആംപിയർ മീറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് വെബർ മീറ്റർ എന്ന് കിട്ടുക. എനിവേ, എനിക്ക് അവിടെ നിന്ന് മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു 5 × 10⁻⁵ ഡിവൈഡഡ് ബൈ μ0 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഇനി അവിടെ ക്വസ്റ്റ്യനിൽ മാഗ്നറ്റൈസിങ് ഫീൽഡാണ് തന്നിരിക്കുന്നത്. h ഇസ് ഗിവൺ ആസ് എത്രയാണ്? 8π × 10⁻⁻⁴. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ബി? ബി ഇസ് ഈക്വൽ ടു μ0 × h. ഓക്കെ, ദാറ്റ് ഇസ് μ0 × 8π × 10⁻⁴. സോ നമുക്ക് ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഇറ്റ് ഇസ് 2 pi root of I/mb. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഈ ഇക്വേഷൻ ഞാൻ സ്ക്വയർ ചെയ്താൽ, if I square this equation, what I'll get is t² is equal to 4π² into I/mb. What we need to find is I, so I is equal to mb t² divided by 4π². Okay, m is equal to 5 എത്രയാണ്? 5 × 10⁻⁵ by μ0. What is b? b is μ0 × 8π × 10⁻⁴. μ0 × 8π × 10⁻⁴, that is b. അപ്പോൾ m ഉം b യും കിട്ടി. അടുത്ത t², t 15 ആണ്, t² is 225 divided by 4π² which we can write as approximately 40 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ആവും? വി ക്യാൻ ക്യാൻസൽ ദിസ് μ0 ഓവർ ഹിയർ. μ0 ക്യാൻസൽ ചെയ്യാം. μ0 ക്യാൻസൽ ചെയ്താൽ ബാക്കി t is equal to 225 × 8 × 5 അല്ലേ. അപ്പോൾ ആക്ച്വലി 8 × 5 40 അല്ലേ. അപ്പോൾ 8ഉം ഇതും ക്യാൻസൽ ആകും. ബാക്കി 225 × 3.14 × 10⁻⁻⁹ എന്നാണ് നമുക്ക് കിട്ടുക. നമുക്ക് 23rd ക്വസ്റ്റ്യനിലേക്ക് വരാം. When a bar magnet is placed at 90 degree to a uniform magnetic field, it is acted upon by a couple which is maximum. For the couple to be half the maximum value, the magnet should be inclined to the magnetic field. Okay. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് കിട്ടുന്ന ടോർക്ക് എന്ന് പറയുമ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിന് കിട്ടുന്ന ടോർക്ക് എന്താണ്? ഇറ്റ് ഇസ് mb sin θ. അപ്പോൾ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് m × b. ഇതിൻ്റെ മാക്സിമം വാല്യൂ ഇറ്റ് ഇസ് m × b. ക്വസ്റ്റ്യൻ പറയുന്നത് ടോർക്ക് ഇസ് ഈക്വൽ ടു ടോ മാക്സ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഓക്കെ, ടോ ഇസ് ഈക്വൽ ടു ടോ മാക്സ് ഡിവൈഡഡ് ബൈ 2 എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ദാറ്റ് ഈസ് mb sin θ ഇസ് ഈക്വൽ ടു
എം ബി ബൈ 2. ഇപ്പോൾ എം ബി ക്യാൻസൽ ചെയ്താൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2 ഓർ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓപ്ഷൻ 2. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 23. അടുത്ത 24ലേക്ക് വന്നാൽ എ വെരി സ്മോൾ മാഗ്നറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് മെറിഡിയൻ വിത്ത് ഇറ്റ് സൗത്ത് പോൾ പോയിന്റിംഗ് ടുവേർഡ്സ് നോർത്ത്. The null point is obtained 30 centimeter away from the center of the magnet. What is the magnetic field moment of the magnetic field is 0.3 into 10 raised to minus 4 Tesla. ഇതിൻ്റെ കോൺസെപ്റ്റ് നമുക്കൊന്ന് നോക്കാം. A very small magnet is placed in a magnetic meridian with south pole pointing towards north. ആ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ആണ് നോർത്തിലേക്ക് ഇരിക്കുന്നത് അല്ലേ. സോ നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ. The null point is obtained 30 centimeter away from the center of magnet. അപ്പോൾ ഈ നോർത്ത് പോൾ കാരണം, ഇപ്പോൾ ഇത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇങ്ങനെ ആക്സിസിൽ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ വാട്ട് ഇസ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇഫ് ദി എർത്ത് ഫീൽഡ് ഇസ് ഗിവൺ. അപ്പോൾ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഇങ്ങനെയാണെന്ന് എടുക്കാം, BH. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അപ്പോൾ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്തായാലും നോർത്തിലായതുകൊണ്ട് നൾ പോയിന്റ് ഇവിടെ അല്ല കിട്ടുക, ഇവിടെ ആയിരിക്കും നൾ പോയിന്റ് കിട്ടുക. സോ ആക്സിയൽ പോയിന്റിലാണ് നൾ പോയിന്റ് കിട്ടുക. ഓക്കെ, സോ വി ക്യാൻ സേ μ0 ആ മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റ് കാരണം, ഡൈപോൾ കാരണം ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ B ഈസ് ഈക്വൽ ടു BH. ഓക്കെ, B എന്താണ്? μ0 ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ r³ ഇസ് ഈക്വൽ ടു BH. നമുക്ക് വേണ്ടത് m ആണ്. m ഇസ് ഈക്വൽ ടു BH ഇൻറ്റു r³ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു μ0. ഈ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. BH ഇസ് 0.3 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4, R ഇസ് 30 സെൻറ്റിമീറ്റർ, 0.3, μ0 നമുക്കറിയാം. അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 24. 25 ഓക്കെ, വായിക്കാം. Two identical short magnets both equal to moments em, each are fixed perpendicular to each other at their centers. Magnetic induction at a distance r from the center along the bisector of the angle between the positive directions of the dipole moment. Okay. അപ്പോൾ ഇവിടെ ഒരു ഡൈപോൾ ഇങ്ങനെയുണ്ട്, ഒരു ഡൈപോൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇങ്ങനൊരു എമ്മും ഇങ്ങനൊരു എമ്മും ആണെങ്കിൽ വാട്ട് ഇസ് ദ റിസൾട്ടൻ്റ് ഓഫ് ദോസ് ടു ഡൈപോൾ മൊമെൻറ്റ്സ്? ഈ രണ്ട് ഡൈപോൾ മൊമെൻറ്റിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എത്രയാണ്? ഇറ്റ് ഇസ് √2 ഇൻറ്റു എം അല്ലേ. √2 ഇൻറ്റു എം ആണ് അറ്റ് എ ഡിസ്റ്റൻസ് r. അപ്പോൾ √2 എം ആണ് അവിടുത്തെ ഇഫക്റ്റീവ് ഡൈപോൾ മൊമെൻ്റ് എങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഇൻറ്റു ഈ √2 എമ്മിൻ്റെ ആക്സിയൽ പോയിന്റ് അല്ലേ അത്? √2 എമ്മിൻ്റെ ആക്സിയൽ പോയിന്റ് ആണ്. അപ്പോൾ 2 ഇൻറ്റു ആക്സിയൽ പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു മാഗ്നറ്റിക് മൊമെന്റ് ഡിവൈഡഡ് ബൈ r³. സോ μ0 ബൈ 4π 2 √2 m ഡിവൈഡഡ് ബൈ r³. ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 25. അടുത്തത് 26. A short bar magnet 6.75 ampere per meter square produces a neutral point on its axis. If the horizontal component of Earth's field is 5 into 10 raised to minus 5, the distance of the neutral point will be. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഇരിക്കുകയാണ്. എൻ്റെ നോർത്ത് പോൾ ഇത്, സൗത്ത് പോൾ ഇത്. അപ്പോൾ ആ നോർത്ത് പോൾ കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഓക്കെ, B. എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് നോർത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആക്സിസിൽ നൾ പോയിന്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ദി മാഗ്നറ്റ് ഹാസ് ടു ബി പ്ലേസ്ഡ് വിത്ത് ദി നോർത്ത് പോൾ ഫേസിംഗ് ദി സൗത്ത്. സോ വി ക്യാൻ സേ നൾ പോയിന്റ് കിട്ടണമെങ്കിൽ B ഷുഡ് ബി ഈക്വൽ ടു BH അല്ലേ. B ഷുഡ് ബി ഈക്വൽ ടു BH. B എത്രയാണ്? മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? μ0 2m ബൈ r³, μ0 ബൈ 4π ഇൻറ്റു 2m ബൈ r³, ദാറ്റ് ഇസ് ഈക്വൽ ടു BH. അപ്പോൾ r³ എന്താണ്? r³ ഇസ് ഈക്വൽ ടു 4π അല്ല 2 μ0 m ഡിവൈഡഡ് ബൈ 4π BH. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് r ഇസ് ഈക്വൽ ടു 2 μ0 m ഡിവൈഡഡ് ബൈ 4π BH. Okay, the whole raised to 1/3. If you substitute for the values, you will get r0 as r is 30 centimeter. അടുത്ത 27. In effect, the effect due to uniform magnetic field on a freely suspended magnetic needle. Okay, ഒരു മാഗ്നറ്റിക് നീഡിലിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യില്ല, ടോർക്ക് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ടോർക്ക് ഇസ് ഓൾവേസ് 0, ബട്ട് ദ ഫോഴ്സ് ഇസ് ടോർക്ക് ഇസ് ഓൾവേസ് നോൺ 0, ബട്ട് ദി ഫോഴ്സ് ഇസ് 0 അല്ലേ. Torque is present but no net force is present. That is 27. At the 28,
Which among the following is a unitless quantity? ഏതാണ്? ഡൈപോൾ മൊമെന്റിന് യൂണിറ്റ് ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സിന് യൂണിറ്റ് ഉണ്ട്, പെർമിയബിലിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. കാരണം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇസ് ഈക്വൽ ടു കൈ ഇൻറ്റു എച്ച്. ഐക്കും എച്ചിനും ഒരേ യൂണിറ്റ് ആണ്, ആംപിയർ പെർ മീറ്റർ. അപ്പോൾ കൈക്ക് യൂണിറ്റ് ഉണ്ടാവില്ല. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി അതുപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓൾസോ doesn't have any units. Relative permeability. Permeability ki unit ഉണ്ട്, relative permeability ki units illa. That is 28 അടുത്ത 29. At Curie temperature, what happens to a ferromagnetic material at a Curie temperature? അത് എന്തായിട്ട് മാറുകയാണ്? അതൊരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ് അല്ലേ. 30. The hysteresis cycle for the material of a transformer. ട്രാൻസ്ഫോമറിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ഫെറോമാഗ്നറ്റ്സ് ആണ്. സോഫ്റ്റ് ഫെറോമാഗ്നറ്റ്സിൻ്റെ ഹിസ്റ്റെറിസിസ് കർവ് ജനറലി വളരെ നാരോ ഹിസ്റ്റെറിസിസ് കർവ് ആയിരിക്കണം. എന്നാലേ ഹിസ്റ്റെറിസിസ് ലോസസ് പരമാവധി കുറഞ്ഞ് ഇരിക്കുകയുള്ളൂ. അടുത്തത് അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ സ്റ്റോൾ ആൻഡ് നാരോ, ആ രീതിയിലാണ് വരിക. പിന്നെ a ferromagnetic material is heated above its Curie point. Which of the following are incorrect? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ക്യൂറി പോയിന്റിന് മുകളിൽ ഹീറ്റ് ചെയ്താൽ അതെന്താകും? അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആവും. അതിൻ്റെ ഡൊമൈനിൻ്റെ അലൈൻമെൻ്റ് എല്ലാം ഡിസ്റപ്റ്റ് ആവും അല്ലേ. സോ ദി ഡൊമൈൻസ് ആർ പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ഡൊമൈൻസ് ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ചേഞ്ചസ് ഇൻ ടു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ ഡൊമൈൻസ് ഡിസ്റപ്റ്റ് ആവും. ഡൊമൈൻസ് ഡിസ്റപ്റ്റ് ആയാൽ അത് ഡയാമാഗ്നറ്റിക് അല്ല ആവുന്നത്, പാരാമാഗ്നറ്റിക് ആണ് ആകുന്നത്. സോ 3 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓൾ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 2 and 3 ആർ റോങ്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 31. 32. A paramagnetic sample shows a net magnetization of 8 ampere per meter when placed in an external magnetic field of 0.6 Tesla at a temperature of 4 Kelvin. When the same sample is placed in an external magnetic field of 0.2 Tesla at temperature 16 Kelvin, the magnetization will be. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ ഇൻറ്റു എച്ച് ആണ് അല്ലേ. സോ യൂസിങ് ക്യൂറീസ് ലോ ദി സസെപ്റ്റബിലിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് സി ബൈ ടി. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ സി ബൈ ടി എന്ന് എഴുതാം. എച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ബി ബൈ മ്യൂ നോട്ട്. സോ വി ക്യാൻ സേ ഐ ഇസ് പ്രൊപ്പോർഷണൽ ടു ബി ബൈ ടി അല്ലേ. ഐ ഇസ് പ്രൊപ്പോർഷണൽ ടു ബി ബൈ ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I2 by I1 എന്താണ്? I2 by I1 is equal to B2 by B1 into T1 by T2. So I2 by I1 is equal to B2 എത്രയാണ്? 0.2. B1 എത്രയാണ്? 0.6. T1 എത്രയാണ്? 4 Kelvin. T2 എത്രയാണ്? 16 Kelvin അല്ലേ. So I2 is equal to I1 is 8 ampere per meter into 0.2 by 0.6 is 1 by 3. 4 by 16 is 1 by 4. So what we have is 2 by 3 ampere per meter. 2 by 3 option 2 question number 32. അടുത്ത 33ലേക്ക് വരാം. The vertical component of Earth's magnetic field is 0 at the magnetic equator. അപ്പോൾ എർത്തിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ഇല്ല, ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് മാത്രമാവുന്ന പോയിന്റ്, അതായത് എപ്പോഴാണോ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എർത്തിൻ്റെ സർഫസിന് പാരലൽ ആകുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ, ആ ഒരു ലൈനിനെയാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ എപ്പോഴാണ് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഇല്ലാതാവുന്നത്? ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഇല്ലാതെ വെർട്ടിക്കൽ കോമ്പണൻ്റ് മാത്രം വരുന്നത് മാഗ്നറ്റിക് പോൾസിലാണ്, ഇക്വേറ്ററിലല്ല. ഓക്കെ, ദാറ്റ് ഇസ് 33. അടുത്ത 34. A magnet of moment m is rotated through 360 degree in a magnetic field. The work done will be. എത്രയാണ് ആൻസർ? 0 ആണ്. കാരണം വർക്ക് ഡണിൻ്റെ ഫോർമുല നമുക്കറിയാം. ഇറ്റ് ഇസ് MP into cos theta 1 minus cos theta 2 അല്ലേ. യെസ്, ദിസ് ഇസ് വർക്ക് ഡൺ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു MB into cos theta minus cos theta into cos theta plus 2π. 360 degrees എന്ന് പറയുമ്പോൾ 2π റേഡിയൻസ്. പക്ഷേ കോസ് തീറ്റയും കോസ് തീറ്റ പ്ലസ് 2πയും ഈക്വൽ അല്ലേ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് 2π. അത് കോസിൻ്റെ മാത്രമല്ല, ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആയാലും ഇഫ് ഇറ്റ്സ് വാല്യൂസ് ഇൻക്രീസ്ഡ് ബൈ 2π ദ വാല്യൂ വിൽ റിമൈൻ ദ സെയിം. സോ ഇത് ക്യാൻസൽ ആയി പോകും. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ക്വസ്റ്റ്യൻ നമ്പർ 34. അടുത്ത 35. The coercivity of a bar magnet is 120 ampere per meter. It has to be demagnetized by placing it inside a solenoid of length 120 centimeter, number of turns 72. The current flowing through the solenoid. അപ്പോൾ coercivityയും സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു സോളിനോയിഡിനകത്തുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ് N into I ആണ്. ഓക്കെ, ഒരു
മാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ട മാഗ്നറ്റൈസിങ് ഫീൽഡിനെയാണ് നമ്മൾ കോയസിവിറ്റി എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ H is equal to 120 ആംപിയർ/മിനിറ്റ്. എന്താണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്? നമ്പർ ഓഫ് ടേൺസ് ഇസ് 72, ലെങ്ത് ഇസ് 120 is equal to 120 എന്ന് നമുക്ക് പറയാം. ദെൻ I കണ്ടുപിടിക്കണം അല്ലേ. സോ I is equal to 120 into 1.2 divided by 72. ഇപ്പോൾ 72ഉം 120 നമുക്ക് 12 വെച്ച് ക്യാൻസൽ ചെയ്യാം. 10 ഇത് 6ഉം 1.2 ക്യാൻസൽ ചെയ്യാം. 0.2. സോ I is equal to 0.2 into 10, that is 2 ampere. Option 3, question number 35. അടുത്ത 36. The vertical component of Earth's magnetic field is √3 times the horizontal component. The value of angle of dip. അപ്പോൾ ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് BV. ഈ ആംഗിളാണ് ഡിപ്പ് എന്ന് പറയുന്നത് അല്ലേ. സോ വി ക്യാൻ സേ tan theta is equal to BH divided by BV divided by BH. So tan theta is equal to, ക്വസ്റ്റനിൽ പറയുന്ന വെർട്ടിക്കൽ കമ്പോണൻ്റ് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റിൻ്റെ √3 ടൈംസ് ആണെന്നാണ്. സോ √3 into BH divided by BH ക്യാൻസൽ ആകും. Then tan theta is equal to √3. tan theta √3 ആയാൽ what is the value of theta? Theta is equal to 60 degree. Option 1, question number 36. അടുത്ത 37. The susceptibility of a paramagnetic material is K at 27 degrees Celsius. What is the temperature at which it will be? K/2. അപ്പോൾ നമുക്കറിയാം susceptibility is inversely proportional to temperature, Curie's law. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Chi2/Chi1 is equal to T1/T2. ഓക്കെ, സോ T2 is equal to T1 into Chi1 divided by Chi2. സോ വാട്ട് ഇസ് T1? അതാണ് ശ്രദ്ധിക്കേണ്ടത്. T1 27 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണം. 300 കെൽവിൻ ഇൻറ്റു Chi1 കെയും Chi2 എത്രയാണ്? K/2 ആണെന്ന് പറയുന്നുണ്ട്. സോ 2 മോളിൽ പോകും. 600 കെൽവിൻ ആണ് ആൻസർ. പക്ഷേ ആൻസർ ഓപ്ഷൻസിൽ കെൽവിനിലില്ല അല്ലേ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാം. 600 - 273 ഡിഗ്രി സെൽഷ്യസ് എത്രയാണത്? അവിടെ നമുക്ക് 327 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും അല്ലേ. 327 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 37. അടുത്ത 38. The ultimate individual unit of magnetism in any material. ഓക്കെ, ഏറ്റവും ചെറിയ മാഗ്നറ്റിസത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാം. മാഗ്നറ്റിസത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉള്ളൊരു യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോളാണ്. മാഗ്നറ്റിക് ഡൈപോളിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു മാഗ്നറ്റിക് എൻറ്റിറ്റി നമുക്ക് കിട്ടില്ല. ഒരു മാഗ്നറ്റിക് മോണോപോളോ സൗത്ത് പോളോ നമുക്ക് കിട്ടില്ല. അടുത്ത 39. The variation of intensity with respect to magnetizing field in a diamagnetic substance is represented by the graph. അപ്പോൾ ഏത് മെറ്റീരിയലിനായാലും I is equal to chi into H അല്ല. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. chi ആണ് ഇവിടുത്തെ സ്ലോപ്പ്. പക്ഷേ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് chi ഒരു ചെറിയ നെഗറ്റീവ് വാല്യൂ ആണ്. സോ സ്മോൾ നെഗറ്റീവ് വാല്യൂ ആണ് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്. സോ സ്മോൾ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളൊരു ഗ്രാഫായിരിക്കും. ചെറിയ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളൊരു ഗ്രാഫായിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? OC ആയിരിക്കും നമ്മുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം. OC, ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 39. അടുത്തത് the incorrect statement regarding the lines of force in a magnetic field. Okay, magnetic intensity is a measure of lines of force passing through unit area held normal to it. ശരിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓർ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ത്രൂ യൂണിറ്റ് ഏരിയ. ഫീൽഡ് ലൈൻസ് ഒരുപാട് അടുത്തിരിക്കുകയാണെങ്കിൽ ഫീൽഡ് കൂടുതലാണെന്ന് നമ്മൾ പറയും. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഫോം എ ക്ലോസ്ഡ് കർവ്. ശരിയാണ്. 3. ഇൻസൈഡ് എ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവ് ഫ്രം നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ടുവേർഡ്സ് ഇറ്റ് സൗത്ത് പോൾ. ദാറ്റ് ഈസ് റോങ്. ഡ്യൂ ടു എ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ കട്ട് ഈച്ച് അതർ. മാഗ്നറ്റിക് ലൈൻസ് കട്ട് ചെയ്യത്തൊന്നുമില്ല, അതും ശരിയാണ്. അപ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഇത് സൗത്ത് പോളും നോർത്ത് പോളും ആണെങ്കിൽ ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. എന്നിട്ട് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് വിൽ കം അറൗണ്ട് ലൈക്ക് ദിസ്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഇതിങ്ങനെ തിരിച്ചു വരാം. നോർത്ത് പോളിൽ നിന്ന് കറങ്ങി സൗത്ത് പോളിലേക്ക് വരും. ഓക്കെ, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 40. അടുത്തതിലേക്ക് വരാം. 41. The ratio of time periods of oscillation of two magnets of same moment of inertia suspended in a magnetic field is 1:2. The ratio of the magnetic moments is. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ടൈം പീരീഡിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ടൈം പീരീഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √m. ശരിയല്ലേ? കാരണം ടൈം പീരീഡിൻ്റെ ഫോർമുല എന്താ? വാട്ട് ഇസ് ദ ടൈം പീരീഡ് ഓഫ് എ മാഗ്നറ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് ഇസ് 2π√I/mb where m is the magnetic moment.
So on squaring, so we can say T1 by T2 is equal to M2 by M1, the square root. Or we can say T1 square by T2 square is equal to M2 by M1. Or M1 by M2 is equal to T2 square by T1 square, which is 1:4. അല്ലേ? 1:, T2 square by T1 square അല്ലേ? So 4:1. 1:4 അല്ല, 4:1. Option 1, question number 41. അടുത്ത 42. Which of the following equations was found to be inconsistent and corrected by Maxwell? Integral E dot ds is equal to Q by epsilon 0 എന്ന് പറഞ്ഞാൽ it is Gauss law for Gauss law for electrostatics. അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വാലിഡ് ആണ്. Integral B dot ds is equal to 0 എന്ന് പറഞ്ഞാൽ it is Gauss law for magnetism. That is also correct. Integral E dot dl is equal to minus d by dt of B dot ds എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതായത് ഇൻഡ്യൂസ്ഡ് EMF is equal to minus d5 by dt എന്ന് പറയുന്ന എക്സ്പ്രഷനാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. പക്ഷെ നാലാമത്തെ എന്താണ്? ഇതാണ് ആംപിയേഴ്സ് ലോ. പക്ഷേ ആംപിയേഴ്സ് ലോ ഓഫ് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴത്തേക്ക് അത് വാലിഡ് അല്ലാന്ന് മാക്സ്വെൽ മനസ്സിലായി. അപ്പോൾ മാക്സ്വെൽ അതിനെ മോഡിഫൈ ചെയ്ത് എങ്ങനെയാണ്? ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂനോട്ട് ഇൻ ടു I പ്ലസ് ഐ ഡി. കറണ്ട് I പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കൂടി അതിൻ്റെ വേരിയേഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഇസ് 42, ഓപ്ഷൻ 3. അപ്പോൾ ഈ 4 എണ്ണത്തിനെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലേ? മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 4 ഇക്വേഷൻസ് ആണ്. ഓക്കെ, അടുത്ത 43ലേക്ക് വരാം. 43 എന്താ പറയുന്നത്? The energy of an X-ray photon is 2200 electron volt. The frequency could be approximately. അപ്പോൾ ഇവിടെ എനർജി 2200 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം E is equal to h into nu, അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് എന്താണ്? ഇറ്റ് ഇസ് E by h, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ 2200 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺ വോൾട്ടിനെ എങ്ങനെ ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക? 1.6 into 10⁻⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയും ജൂൾസ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് h 6.6 into 10⁻34 ജൂൾ സെക്കൻഡ്. അപ്പോൾ ആൻസർ നമുക്ക് ഹേർട്സിൽ കിട്ടും. ദാറ്റ് ഇസ് 2.2 into 10⁻³ into 1.6 into 10⁻⁻⁹ ഡിവൈഡഡ് ബൈ 6.6 into 10⁻34. 2.2ഉം 6.6ഉം ക്യാൻസൽ ചെയ്താൽ 3 എന്ന് എഴുതാം. 1.6 ഡിവൈഡഡ് ബൈ 3 നമുക്ക് 0.53 എന്ന് എഴുതാം. ഇൻറ്റു 10⁻⁻16 10⁻⁻34 മുകളിൽ പോയാൽ 10⁻+34 ആകും. ഇൻറ്റു 10⁻⁻16, ശരിയല്ലേ? സോ വാട്ട് വി ഹാവ് ഇസ് 0.53 ഇൻറ്റു 10⁻18 or 5.3 into 10⁻18 തന്നെയാണ്, അല്ലേ? യെസ്. or 5.3 into 10⁻17. 5.3 into 10⁻17 എന്ന് വരും. ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 43. അടുത്ത 44ലേക്ക് വരാം. EM വേവ്സ് ട്രാൻസ്പോർട്ട്. EM വേവ്സിന് എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? എനർജി, മൊമെൻറ്റം, രണ്ടും ഉണ്ടല്ലേ? EM വേവ്സിന് എനർജി ഉണ്ട്. ബോത്ത് എനർജി ആൻഡ് മൊമെൻറ്റം ആർ ദെയർ ഫോർ EM വേവ്സ്. EM വേവ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ h nu ആണ്. അതുപോലെ മൊമെൻറ്റം എന്താണ്? മൊമെൻറ്റം ഇസ് E/c. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത 45, ദ വേവ്സ് വിച്ച് കനോട്ട് ട്രാവൽ ഇൻ വാക്വം. അതായത് മെക്കാനിക്കൽ വേവ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മീഡിയത്തിൽ വാക്വത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നോൺ മെക്കാനിക്കൽ വേവ് ആണ്. എക്സ്റേസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. വാക്വത്തിൽ ട്രാവൽ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ്സ് ആണ്. സൗണ്ട് വേവ്സ് ആർ മെക്കാനിക്കൽ വേവ്സ്. അവർക്ക് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാനുള്ള കഴിവ് ഇല്ല. ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് നമ്മുടെ ആൻസർ. ബാക്കി അൾട്രാവയലറ്റും റേഡിയോ വേവ്സും എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ദേ ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. 46, in electromagnetic wave average energy density associated with electric field is. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ് ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എനർജി ഡെൻസിറ്റിയുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ½ ε0 E² എന്നുള്ളതാണ് എക്സ്പ്രഷൻ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 4 ആണ് നമുക്ക് പിന്നെയും വാലിഡായിട്ട് വരുന്ന ഒരു എക്സ്പ്രഷൻ. ആകെ പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ ഓപ്ഷൻ 4 ആണ്. ശരിക്കും E എന്ന് പറയുന്നത് അവിടെ RMS ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളവിടെ എഴുതാൻ പറ്റുന്നത്. അടുത്തത് 47, the pressure exerted by an electromagnetic wave of intensity on a non-reflecting surface. അപ്പോൾ റേഡിയേഷൻ പ്രഷറിൻ്റെ ഫോമുല എന്താണ്? റേഡിയേഷൻ പ്രഷറിൻ്റെ ഫോമുല ഇറ്റ് ഇസ് I/c for a non-reflecting surface and
2I/c for a reflecting surface. അടുത്തത് 48. Light with an energy flux എന്ന് പറഞ്ഞാൽ intensity ആണ്. This is intensity. Falls on a non-reflecting surface at normal incidence. If surface area is given, the total momentum delivered for 30 minutes for complete absorption. So radiation pressure is I/c. So radiation force is I/c into area. Okay. So momentum transferred is force into time, impulse, force into time. So I/c into area into time taken. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. Okay. So 20 watt per centimeter square into area is 30 centimeter square. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ക്യാൻസൽ ആയിക്കോളും, നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. C is 3 into 10 raised to 8 into time taken is 1800 seconds. 30 minutes എന്ന് പറയുമ്പോൾ 1800 seconds. So ഇത് ക്യാൻസൽ ആയി പോവും. പിന്നെ 3യും 30യും ക്യാൻസൽ ആകും 10. So 2 into 10 raised to 2 into 1.8 into 10 raised to 3 divided by 10 raised to 8. So that is 3.6. Okay, 3.6 into 10 raised to 8 മുകളിൽ വരുമ്പോഴത്തേക്ക് 10 raised to -3 or 36 into 10 raised to -4 kilogram meter per second. Option 2, question number 48. അടുത്തത് 49. The electric field portion of an electromagnetic wave is given by E is equal to 10 raised to -4 sin omega t minus kx. ഒമേഗയ്ക്ക് പകരം 6 into 10 raised to 5ഉം കെയ്ക്ക് പകരം 0.01ഉമാണ്. ദ ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് ദി വേവ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ω/2π. ω/2π എന്ന് പറയുമ്പോഴത്തേക്ക് 6/2π into 10 raised to 5. ദാറ്റ് ഇസ് 3/π into 10 raised to 5 അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്കതിനെ 300/π into 10 raised to 3 ഹേർട്സ് എന്നെടുക്കാം. ദാറ്റ് ഇസ് 300/π കിലോ ഹേർട്സ്. ഓപ്ഷനിലെല്ലാം കിലോ ഹേർട്സ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. 300/π കിലോ ഹേർട്സ് ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 3 ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ω/k, ഒമേഗ ഇസ് 6 into 10 raised to 5 divided by k is 10 raised to -2. So this is 6 into 10 raised to 7. അത് അവിടെ തന്നെ ശരിയാണ് അല്ലേ. ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 49. അടുത്തത് 50. They arrange the following electromagnetic radiations per quantum in order of increasing frequency, increasing energy. So energy is equal to h into nu. അപ്പോൾ ന്യൂ ഫ്രീക്വൻസി കൂടുതൽ ആർക്കാണോ അയാൾക്കാണ് ഏറ്റവും എനർജി വരിക അല്ലേ. അപ്പോൾ എനർജിയും ഫ്രീക്വൻസിയും പ്രപ്പോർഷനാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും എനർജി വേവ് ലെങ്ത് കുറഞ്ഞ വേവിൽ നിന്ന് ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ വേവിൽ നിന്ന് ഫ്രീക്വൻസി കൂടിയ വേവിലേക്ക് പോയാൽ മതി. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഫ്രീക്വൻസി കുറവ് റേഡിയോ വേവിനാണ്. അപ്പോൾ ഡി ആണ് തുടങ്ങുക. അപ്പോൾ എനർജി ഏറ്റവും കുറവ് റേഡിയോ വേവിനാണ്. അടുത്തത് റേഡിയോ വേവ് കഴിഞ്ഞു. അടുത്തത് എക്സ്റേ, യെല്ലോ ലൈറ്റ്, ബ്ലൂ ലൈറ്റ്. യെല്ലോ ലൈറ്റിനാണ് അടുത്ത് വരുന്നത് അല്ലേ. സോ ബി, യെല്ലോ ലൈറ്റിനാണ് അതിനേക്കാളും എനർജി കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബ്ലൂ ലൈറ്റിനാണ്. വിസിബിൾ ലൈറ്റ് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതുള്ളൂ. പിന്നെയാണ് ഏറ്റവും അവസാനമാണ് എക്സ്റേസ് വരുന്നത്. സോ റേഡിയോ വേവ് കഴിഞ്ഞു, യെല്ലോ ലൈറ്റ് കഴിഞ്ഞു, ബ്ലൂ ലൈറ്റ് കഴിഞ്ഞു, ഇനി എക്സ്റേ. So D, B, A, C ആണ് ആൻസർ, ഓപ്ഷൻ 1. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ വി സോൾവ് ഇറ്റ്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മളത് മാറ്റുന്നതായിരിക്കും. ഓക്കെ, ചെറിയ 1-2 കൺഫ്യൂഷൻസ് വരുന്നുണ്ട് നമ്മുടെ ഒരു മാഗ്നറ്റിസത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനിലും. അത് ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ അല്ലാത്തൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഒരു എനർജി ഡെൻസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ശരിക്കും ½ E² വരുന്ന ആ ഒരു ഡയമെൻഷണലി വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ഏതെങ്കിലും ക്ലാസ്സിന് കാണാം. താങ്ക് യു.